എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ നമ്മള് പഴയ പോലെ ഓക്കെ വരുന്നുണ്ട്. നമ്മുടെ ചാനലിൽ പോയതിന്റെ സങ്കടമൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ ചാനലിൽ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതേപോലെ പഴയ ചാനലിൽ പോയിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർക്ക് മര്യാദയ്ക്ക് അവരുടെ ചാനൽ തിരിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ ചാനൽ തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഗൂഗിള് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ. അതിന് പുറമെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. അത് കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. വീഡിയോസ് ഇല്ല, നമ്മുടെ ലോഗോ ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല. പേര് മാത്രമുണ്ട് ഓക്കെ പൊന്മണിന്ന്. പിന്നെ വേറെ ഹാക്ക് ചെയ്ത ആളുടെ വീഡിയോ കിട്ടിയേക്കുന്നു കേട്ടോ. പക്ഷെ നമുക്ക് എന്തായാലും ഒരു കാര്യമുണ്ട് ചേ, നമ്മുടെ ഇപ്പൊ വീഡിയോ ഒന്നും കാണാൻ പറ്റില്ല, കമ്മ്യൂണിറ്റി പോസ്റ്റ് മാത്രമല്ല കാണാൻ പറ്റുന്നേ. നമ്മളെ ഏറ്റവും ആദ്യം ഇട്ട കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്താണെന്നറിയോ? സ്കൈ ബേബി വന്നതിന്റെ ഏറ്റവും ലാസ്റ്റ് ഇട്ടേക്കുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്താണെന്നറിയോ? സ്കൈ ബേബിന്റെ 1-ാം പിറന്നാളിന്റെ ആണോ? കറക്റ്റ് ഒരു വർഷം ടൈമിന്റെ കറക്റ്റ് ഉണ്ട് കേട്ടോ അതില്. അപ്പോഴേക്കും ചാനൽ ഹാക്ക് ആയി പോയി. എന്തായാലും അത് പോട്ടെ, നമുക്ക് തിരിച്ചിടുന്ന പ്രതീക്ഷയുണ്ട് കൂട്ടുകാരെ. നമ്മൾ എവിടെയാ പോകുന്നതെന്നല്ലേ, നമ്മള് രണ്ടും മാത്രമാണ് പറഞ്ഞ. കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടാണ്ട് പോകുന്നതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെട്ടോ, കുഞ്ഞിപ്പെണ്ണ് എനിക്ക് മുന്നേ തിരിച്ചു വരണം. കുഞ്ഞിപ്പെണ്ണിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ സർപ്രൈസ് കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ എവിടെ ഇല്ല. അതായത് നമ്മുടെ വീഡിയോ കാണുന്നതിനകത്ത് ഒരാള് പേരെന്തായിരുന്നു? ജെറിൻ മരിയ ജിബിൻ എന്ന് പറയണേ. നമ്മുടെ വീഡിയോ കാണുന്ന ഒരാള് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അത് മേടിക്കാൻ വേണ്ടി പോവാണ്. ജെറിൻ മരിയ ജിബിൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരിയാണ് നമുക്ക് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് കുഞ്ഞിപ്പെണ്ണിന് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ വേണ്ടിട്ട് കുഞ്ഞൊരു വണ്ടി വാങ്ങിച്ചു കൊടുക്കാനാട്ടോ നമ്മള് പോകുന്നത്. കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ നടക്കാനൊക്കെ തുടങ്ങി. അതേപോലെ ഡൂഡുവിന് വണ്ടി ഉള്ളത് കാരണം അവർക്ക് അതിൽ കയറി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിലിങ്ങനെ നടക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കി കിടത്തിയിട്ട് കുഞ്ഞിപ്പെണ്ണിന് സർപ്രൈസ് മേടിക്കാൻ പോകുന്ന കേട്ടോ. സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. എന്റെ ടാമ്പുരാനെ എണീച്ചോടെ പുണ്യ സർപ്രൈസ് മേടിക്കാൻ പോവല്ലേ. നീ ഇങ്ങനെ എണീച്ചു വന്നാ അങ്ങനെ ശരിയാവും. വണ്ടി സ്റ്റാർട്ടാക്കി എപ്പോഴും എണീച്ചേ? കറണ്ട് പോയോ? ടാറ്റാ. സർപ്രൈസ് മേടിച്ചിട്ട് ഓടി വരാ. സർപ്രൈസ് കൊണ്ട് വരാട്ടോ. അയ്യോടാ ടാറ്റാ. അയ്യോ നീ ടാറ്റാ. കുഞ്ഞിപ്പെണ്ണ ടാറ്റയൊക്കെ തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ടാറ്റാ അവിടുന്ന് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. സ്റ്റാർട്ടാക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ടെൻഷനാ, കൂട്ടാണ്ട് പോവെന്നുള്ള ടെൻഷനാട്ടോ. സർപ്രൈസ് കൊടുക്കാന്നൊക്കെ എണീക്കുമ്പോഴേക്കും കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചേട്ടോ. നടന്നില്ല, പാളിപ്പോയി. നമുക്ക് എന്തായാലും പോയിട്ട് നമുക്ക് കുഞ്ഞിപ്പെണ്ണിന് ആദ്യം നമുക്ക് പോയിട്ട് കുഞ്ഞിപ്പെണ്ണ വണ്ടി വാങ്ങാം. വണ്ടി വാങ്ങിട്ട് നമുക്ക് കുഞ്ഞിപ്പെണ്ണ കാണിച്ചു കൊടുക്കാം കേട്ടോ. അവളുടെ റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോ. അപ്പൊ നമ്മള് ടൗണിലെത്തി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടോ. കിഡ്സ് മാൾ എന്താ, പുൽപ്പള്ളിയിലെ കിഡ്സ് മാൾ എന്ന് പറഞ്ഞിട്ട് സ്ഥലമാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ കിഡ്സ് മാളിൽ വന്നിട്ടാണ് നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് നമ്മുടെ കളിപ്പാട്ടം വാങ്ങാൻ പോകുന്നത്. കളിപ്പാട്ടല്ല, എന്താ പറഞ്ഞാൽ വാങ്ങുന്നേ? വണ്ടി എന്ത് വണ്ടി നമുക്ക് ഉള്ളത് നോക്കാം കേട്ടോ. കണ്ടോ, ഇതാണ് കിഡ്സ് മാളിന്റെ ഉള്ളിൽ കേട്ടോ. ബ്ലൂ വേണ്ട, ബ്ലൂ ചെക്കന്മാരുടെ അല്ല. പൊന്നുവിന് കളിപ്പാട്ടെല്ലാം കണ്ടിട്ട് സന്തോഷമായി പോയിട്ടോ. കേട്ടോ, എല്ലാം ഓടി നടന്ന് കയറി ഞെക്കി നോക്കുന്നത് കേട്ട്. കുഞ്ഞാലാ അപ്പൊ അത് വേണ്ട. അപ്പൊ കൊടുക്കാൻ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വണ്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ചിരിച്ചുകൊണ്ടിരിക്കുന്നേ ടിങ്. അപ്പൊ ഇനി നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പോയി കാണുമ്പോ എന്തായിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന്റെ എന്താണ്, കുഞ്ഞിപ്പെണ്ണിന്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെയാ നോക്കാം. കുഞ്ഞിപ്പെണ്ണ് കാത്തിരിക്കുന്നു. സൗണ്ട് സ്വിച്ച് വെക്കുമ്പോ സൗണ്ട് കേൾക്കും കേട്ടോ. എന്ത് തുണി മേലിട്ട് തുണി ഇങ്ങനെ വലിച്ചു വരുന്നയാ, അങ്ങനെ ആക്കാനാ? അതുകൊണ്ട് ഇപ്പൊ എന്താ വല്ല വെള്ളം കൊണ്ട് വിട്ടിട്ട് വരിക്കേണ്ടി വരും. കുഞ്ഞിപ്പെണ്ണ് ഞെട്ടും. അപ്പൊ ഡിക്കി ഓർന്നു, ഡിക്കിക്കകത്ത് കേട്ടാവേ. നമ്മളൊരു അരി എടുത്തിട്ടുണ്ടായിരുന്നു, അരിന്റെ സൈഡിലേക്ക് വെക്കട്ടെ. ഇങ്ങനെ ചെയ്തു ഞാൻ നിനക്ക് പാർക്കിങ് അറിയില്ലല്ലോ, അതാ പറഞ്ഞേ. കയ്യിനെ കാണാനില്ലല്ലോ. ഡുണ്ടപ്പന്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്.
എന്തായിരിക്കും എക്സൈറ്റ്മെന്റ് അവിടെ? നോക്കാം, കുഞ്ഞിപ്പെണ്ണ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന വണ്ടിയല്ലേ, നമുക്ക് അതുകൊണ്ട് അതിന്റെ ഒരു ഭയങ്കര കാണാനും അവൾക്ക് എന്തായിരിക്കും എക്സ്പ്രഷൻ അറിയാൻ ഭയങ്കര എനിക്ക് ആകാംക്ഷയുണ്ട്. ആകാംക്ഷ. ഞാൻ ഇങ്ങനെ നിറയെ പൊടിയാട്ടോ. എന്റെ റോസയൊക്കെ നോക്കിയ ഉഷാറില്ല, എല്ലാം മാടിപ്പോയി വെയില് കാരണം. കാണാനില്ല കേട്ടോ, സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? നമ്മുടെ വണ്ടിന്റെ ഹാൻഡിൽ മാത്രം കാണാം. എന്റെ തമ്പടാന അവന്റെ പുല്ല എന്റെ അടുക്കുന്നു. അപ്പ എന്തിയേ മമ്മി? സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ്. പാട്ട് വെച്ചെടുത്തേക്ക്, അവിടെ കൊണ്ടുവച്ചിട്ട് പാട്ട് വെച്ചേക്ക്. എന്റെപ്പാ ആ തടി വെച്ച് കൊടുക്ക കേട്ടോ. എന്നെ ചാറ്റ് അതാ വണ്ടി അടി കൊടുക്കോട്ടെ പെണ്ണ്. ആ പെണ്ണ് കയറ്റിയിരുത്ത്, ഇരുത്തിരുത്തിരുത്ത്. അപ്പൊ സ്കൈ അങ്ങനെ സ്കൈന്റെ വണ്ടിയിൽ ആദ്യം കയറിയിരിക്കാൻ പോണേ. കാല് 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 ആ റെഡിയായി, റെഡിയായി. ഇത് കാലിന്റെ ഫുഡ് പടലുണ്ട്, ഇത് കയറ്റി വെക്കും കാല്. ആ അവള് കാലെടുത്ത് അതിന് മേലെ വെക്കുന്നില്ല. വെച്ചേ ആ മെല്ലെ ഒന്ന് ചോദിക്കേ. ഈ കാല് കെറ്റി വെക്കറ്റേരി. ഓ ഓ എഞ്ചപ്പാ അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ സർപ്രൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണി ഇനിയിപ്പോ നമുക്ക് പുറത്ത് ഇരുന്നിട്ട് ഓടിച്ചു വെക്കാം. മിറ്റത്ത് തുടങ്ങണ്ട, വെയിലൊക്കെ ഉണ്ട്. വെയിൽ 6 കിട്ട വൈകുന്നേരം സമയം. അപ്പൊ കുഞ്ഞിപ്പെണ്ണ കുഞ്ഞിച്ചെരുപ്പ് കേട്ടിട്ടുണ്ട്. നമ്മളാണ് കുഞ്ഞിപ്പെണ്ണിന്റെ വണ്ടിക്കകത്ത് ഇനിയിപ്പോ മിറ്റത്തോട് ഓടിച്ച് കാണാം കേട്ടോ. ഓ കാല് പൊക്കി വെക്ക്. കാല് ശീലിപ്പിക്കണം, കാല് വെച്ച് പഠിപ്പിക്കണം കേട്ടോ. കാലൂടെ വെക്ക്. ആ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഒപ്പ വഞ്ചി പോനു. എങ്ങോട്ട് പോച്ച്? അപ്പൊ ഞാൻ ഓടിച്ചപ്പോ ശരിക്കും അല്ലാന്ന് പറഞ്ഞ ഇച്ച ഓടിക്കുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നെ അവള് മൂളുന്നുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, ടാറ്റ പറ്റി പോവാനോ? ചെരുപ്പ് വാർത്തിടുന്ന്, കാല് വാർത്തിടോട്ടെ വേണ്. അതാരെ പാട്ട് ചേവളന്നെ. ഇഷ്ടായോ? ഒപ്പ വഞ്ചി ഇറ്റായോ? അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുഞ്ഞിപ്പെണ്ണിന്റെ ആദ്യത്തെ വണ്ടി അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് ആദ്യത്തെ വണ്ടി ഓടിച്ച് ഉദ്ഘാടിച്ചിരിക്കുകയാണ്. ലൈസൻസ് ഉണ്ടോ? പറയുന്നുണ്ട്. അപ്പൊ അതോട് കൂടെ എന്ത് വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. ഓക്കേ പൊന്മണി. നാളെ വന്ന്